അതെ കുറച്ച് പൈസ കഴിഞ്ഞിട്ട് മതിയോ? ഒന്നും പോരാ. എനിക്ക് വണ്ടിക്കൂലി വേണം. ഒരു ചായ എങ്കിലും പോകുന്ന വഴിക്ക് കുടിക്കണ്ടേ? ആ ആ അതിവിടെ ഇരിക്കട്ടെ. എടാ ഇത് പോരടാ കൊച്ചനെ. എടാ നിനക്ക് നല്ല ഒരു പെണ്ണിനെ കാണിച്ച് തരുന്ന കാര്യമാണ്. ഇങ്ങ് എടുക്ക്. ഇതിപ്പോ ഇത് പിടിക്കും, ബാക്കി പിന്നെ കണ്ടിട്ട് നോക്കാം. അവനാണല്ലോ. എന്നാലും മതി. നല്ല ഒരു പെൺകുട്ടിയുണ്ട്. ഇവിടെയല്ല, അങ്ങ് കർണാടകയിലാണ്. നല്ല കുടുംബക്കാരാണ്. അധികം പ്രായമൊന്നുമില്ല. 18 വയസ്സേ പ്രായവും. എന്റെ മോനെ 35 വയസ്സുണ്ട്. പറ്റൂ? അത് കുഴപ്പമില്ല. കർണാടകയിൽ ഈ പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. നമുക്ക് എങ്ങനെയെങ്കിലും റെഡിയാക്കാം കേട്ടോ. പ്രായത്തിന്റെ കാര്യത്തിൽ പേടിക്കണം. അതെ, കർണാടകയിൽ ഈ പോക്ക് വരവിനും ഒക്കെ നല്ലൊരു പൈസ ചെലവാകും. അതിനനുസരിച്ച് ഇനി തരണം. 100 പിടിക്കും, ബാക്കി തരാം കേട്ടോ. 100? അത് തരും, എന്തായാലും തരും. കുറഞ്ഞ ഒരു 500 രൂപയെങ്കിലും വേണം. എന്തായാലും തരും. അല്ലാതെ ശരിയാക്കിയല്ല. ഇത് ചെലവുകളൊക്കെ ഉള്ള കാര്യങ്ങളാണ്. കണ്ടറിഞ്ഞ് തന്നേക്കണം. ഒരു കല്യാണക്കാരി അത് കണക്കാക്കി തന്നേക്കണം. നാളെ പോയാലും നമുക്ക്. ആയിക്കോട്ടെ, നാളെ പോവാം. എപ്പോഴാ പോണ്ടേ? നാളെ ഒരു 8 മണി കഴിഞ്ഞ് ഞങ്ങൾക്ക് പോവാം. ആയിക്കോട്ടെ, നാളെ 5-6 പേരുണ്ടോ? ആയിക്കോട്ടെ, രാവിലെ പോവാം. രാവിലെ. जल्दी कर मार दो। അതല്ല അത് എടാ കൊച്ചനെ, പെണ്ണ് കാണാൻ അച്ഛനെയും കൂടെ കൂട്ടണോ? അതെന്താ പറയാ അങ്ങനെ? അച്ഛനും മകനും കൂടെ പെണ്ണ് കാണാൻ പോകുന്നത് ആദ്യമായിട്ടാ. ഞാൻ അവനോട് പറഞ്ഞതാ വരുന്നില്ലെന്ന്. അച്ഛനെ കൂട്ടി പോവല്ലേ? എന്റെ മോന്റെ കൂടെ എവിടെ വേണ്ട അച്ഛൻ പോയി. നമുക്ക് പെണ്ണ് കാണാം. നേരെ കണ്ടി കേട്ടോ പോലെ. തല എത്തിയിടോ. നീ എന്താ സ്വപ്നം കാണുവാ? വാ, നമുക്ക് ഈ വഴിക്കാ പോകേണ്ടത്, പെണ്ണിന്റെ വീട്ടിലേക്ക്. അച്ഛാ, നമുക്ക് കേരളത്തിലെ പെൺകുട്ടികളെ വേണ്ട. എല്ലാവർക്കും സർക്കാർ ജോലി മാത്രം മതി. നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആളുകളിൽ നാട്ടിൽ ആവശ്യമില്ല. എന്തിനാ വെറുതെ? എത്ര പെണ്ണ് കണ്ടു? നമുക്ക് കേരളം വിടാം. കേരളത്തിന് പുറത്തുനിന്ന് എവിടെയെങ്കിലും നോക്കാം. നമ്മുടെ ബ്രോക്കർ ചേട്ടനല്ലേ ഒരു കർണാടകയിലെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ? അച്ഛാ, ഈ പെണ്ണുകാണൽ ചടങ്ങ് റെഡിയായില്ലെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തും. ഞാൻ ഈ അമ്പലത്തിന് മുമ്പിൽ വെച്ച് സത്യം ചെയ്യാണ്, ദേവിയാണ് സത്യം. ഈ പെണ്ണ് ശരിയാണെങ്കിൽ ഞാൻ ഇന്നത്തോടെ ഈ പരിപാടി ഞാൻ നിർത്തി വെച്ചാ, മടുത്തു വെച്ചാ. വയ്യ, എല്ലാരും മുമ്പിൽ പോയി നാണം കെടാൻ. അങ്ങനെ പറയില്ല, എനിക്ക് വയ്യ അച്ഛൻ. നിനക്ക് എന്തായാലും കല്യാണം നടക്കും. ഈ അച്ഛനാ പറയുന്നത്. ഈ അമ്പലത്തിന്റെ മുമ്പ് വെച്ചിട്ട് നീ കരയരുത് ഒരിക്കലും. കരയല്ല.
എന്നാ ബാ പോവാം. ചേട്ടാ അച്ഛനോടൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ കൃത്യമായിട്ട് എന്നെ അവിടെ പോയിട്ട് നാളെ വഴിയാണ് ചേട്ടാ വേഗം നടക്ക് പോയിട്ട് പിന്നെ കാണാനുള്ള പിന്നെ എത്ര മടം വീടല്ലേ അവിടെയാ അങ്ങനെ ഉണ്ടോ വീട്ടിലിപ്പോ പിന്നെ പെണ്ണിന്റെ മാമി ക്രിസ്ത്യാനിയാ. പെണ്ണിപ്പോ അവിടെയാണുള്ളത്. വല്ല കുഴപ്പം വല്ല ഉണ്ടോ? ഇവിടെ പെണ്ണ് കിട്ടിയാ മതി, മതവും ജാതിയൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാ ഒരു പ്രശ്നമില്ല. നമുക്ക് നോക്കാം. നമുക്ക് നോക്കാം. ആയിക്കോട്ടെ. ബന്നി പൊക്കളി. എനിക്ക് കേരളത്തിലെ ചെക്കന്മാരെങ്ങനെയാന്ന് അറിയത്തില്ല. ഞാനൊന്ന് ജെമിനിനോട് ചോദിച്ചു നോക്കട്ടെ. കേരളത്തിലെ ചെക്കന്മാര് നല്ല ആൾക്കാരല്ലേ? നീ അവിടെ വെക്ക്, ഞാൻ ജെമിനിനോട് ചോദിക്കട്ടെ. ചോദിക്കേ. ഹലോ ജെമിനി, എന്നെ കേരളത്തിൽ നിന്ന് ഒരു പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട്. കേരളത്തിലെ ചെക്കന്മാരൊക്കെ നല്ലതായിരിക്കുമോ? കേരളത്തിലെ ചെറുപ്പക്കാർ പൊതുവെ ഉത്തരവാദിത്തമുള്ളവരും കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നവരുമാണ്. അവർ സാധാരണയായി വിദ്യാസമ്പന്നരും ജോലിയിൽ സ്ഥിരതയുള്ളവരുമായിരിക്കും. തീർച്ചയായും നല്ല ആളുകളെ കണ്ടെത്താനാകും. നിങ്ങൾക്ക് അവരെ കുറിച്ച് എന്തെങ്കിലും പ്രത്യേകമായി അറിയണമെന്നുണ്ടോ? എന്റെ വീട് ഇവിടെ കർണാടകയിലാണ്. ഇവിടെ വന്നിട്ട് ഇയാൾ എന്റെ അച്ഛനെയും അമ്മേനെ നോക്കുവോ? അദ്ദേഹം കർണാടകയിൽ വന്ന് അച്ഛനെയും അമ്മയും നോക്കുമോ എന്നത് അദ്ദേഹത്തിന്റെ ജോലി, കുടുംബ സാഹചര്യങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും. ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ നേരിട്ട് സംസാരിക്കാം. ಅವರು ಒಂದು ಮಗಳು ಅವರ ಮದುವಾಗಿ ಬಿಟ್ಟ ನಮಗೂ ನೋಡೋದಕ್ಕೆ ಯಾರೂ ಇಲ್ಲ. ಹಿಂಗ ಈ ವರ್ಷ ಹೋಗಿ 5 ವರ್ಷ കഴിഞ്ഞ് ಬಿಟ್ಟು പോയ. ಯಾರು ಇವರು? ಯಾರು? നമസ്കാരം. ನಮಸ್ಕಾರ ನಮಸ್ಕಾರ. ಯಾರು ಇವರು? ನಮ್ಮ ಮಗಳು ನೋಡಿರೋದಕ್ಕೆ ಬಂದಿದ್ದು ಕೇರಳ ಅದು. ಹೌದಾ? ಈಗ ಮದುವೆ ಮಾಡಿ ಕೊಡಕ್ಕಾಗಲಿಲ್ಲ. ಹೆಣ್ಣು ವಯಸ್ಸಾಗಿರ್ಲಿಲ್ಲ, ಹೆಣ್ಣು ಏಜ್ ಆಗಿಲ್ಲ. ಇನ್ನೊಂದು 5 ವರ್ಷ ಬಿಟ್ಟು ಬನ್ನಿ. ಮದುವೆ ಮಾಡಕ್ಕೆ ದುಡ್ಡು ಬೇರೆ ಇಲ್ಲ, ದುಡ್ಡಿನ ಪ್ರಾಬ್ಲಮ್ ಆಗುತ್ತೆ. ಒಂದು 5 ವರ್ಷ ಬಿಟ್ಟು ಬಂದ್ರೆ ಮದುವೆ ಮಾಡಿಕೊಡ್ತೀನಿ. ഇത്രയും ദൂരെ നിന്ന് വന്നത്. ഇവനൊരു പെണ്ണിനെ കണ്ടത് ഇഷ്ടപ്പെട്ടതാണ്. ആലോചിക്കാൻ ಏನ್ ಮಾಡಕ್ಕಾಯ್ತೆ? ಹೆಣ್ಣಿಗೆ ಏಜ್ ಆಗಿಲ್ಲ, 17 ವಯಸ್ಸಾಗಿದೆ. എന്നാ പിന്നെ നിങ്ങൾ ഇത് പറയണ്ട. ಮದುವೆ ಮಾಡಿಕೊಟ್ರೆ ನಿಮ್ಮನೆ ಹಿಡಿದು ಜೈಲಿಗೆ ಹಾಕ್ಬಿಡ್ತೀವಿ. ಪೊಲೀಸ್ ಕರೀತಾ? ಪೊಲೀಸ್ ಕರೀತಿ, ಪೊಲೀಸ್ ಫೋನ್ ಮಾಡ್ತೀನಿ ನಾನು. ഞാൻ നേരത്തെ കക്ഷിയോട് പറഞ്ഞതായിരുന്നു. ಪೊಲೀಸ್ ಫೋನ್ ಮಾಡ್ತೀನಿ. ನಿಮ್ಮನೆ ಹಿಡಿದು ಜೈಲಿಗೆ ಹಾಕಿ. ಹೆಣ್ಣಿಗೆ ಏಜ್ ಆಗಿಲ್ಲ, ಏಜ್ ಆಗಿದೆ. ಹೆಣ್ಣೆ ಮದುವೆ ಮಾಡಕ್ ಬಂದ್ರೆ ಹಿಡಿದು ಜೈಲಿಗೆ ಹಾಕಿ. 18 ವಯಸ್ಸಾಗಬೇಕು, അവരത്രയും 20 ವಯಸ್ಸಲ್ಲಿ ಆಗ್ಬೇಕಲ್ಲ. അത് മുന്നേ മതി കൊണ്ട് കൊട്ടനൊക്കെ ഒന്ന് പരിഹരിക്കാം. നമുക്ക് ഉറപ്പിച്ച് തീരുമാനിച്ചാൽ 5 കൊല്ലം കഴിഞ്ഞിട്ട് മതി. ಹೌದಾ? 5 കൊല്ലം 5 വർഷം കഴിഞ്ഞിട്ട് മതി. ഞങ്ങൾക്ക് കുഴപ്പമില്ല. ಏನ್ ಹೇಳ್ತೆ? ನೀವೇನ್ ಹೇಳ್ತೆ? ಅವರು ಬಂದಿದ್ದಲ್ಲೇ ಅವರು ಟೀ ಹಾಕಿ ವಾಪಸ್ ಹೋಗಬೇಕು. ಮಗಳು ಬನ್ನಿ ಬನ್ನಿ. ಹೆಣ್ಣೋಡತ್ತಲ್ಲ, ಕಾಪಿ ಕುಡಿದಲ್ಲ, ಖಾಲಿ ಮಾಡಿ, ಜಾಗ ಖಾಲಿ ಮಾಡಿವ. ಇಲ್ಲಾಂದ್ರೆ ಪೊಲೀಸರ ಕರಿತೀನಿ.
വേണ്ട വേണ്ട ഞങ്ങൾ പൊക്കോളാം. നീ എന്നെ ഓർത്താൽ ഓ ഓ ഓ വേഗം ಹೋಗು ഇല്ലാതെ പോലീസ് കയറിട്ടെ. കൊട എടുക്കാൻ പറഞ്ഞത്